പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. We can glorify the holy mighty name of God today. ഇന്ന് ഈ പകൽക്കാല സൺഡേ ആരാധനയായി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കി തന്നെ നല്ല അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. We can give thanks to the Lord as he has given the privilege for us to worship him again on this Sunday. ഇന്ന് ഹല്ലേലൂയ ത്രത്തോളം സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. He helped us to worship him and we could experience his presence until this time. സങ്കീർത്തനത്തിന്റെ പകൽക്കാലം നമ്മൾ കേട്ടു. We heard from Psalms. എല്ലാറ്റിനായും കർത്താവിനെ സ്തുതിക്കാം. We can praise God for everything. വീണ്ടും നമ്മൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. We can continue to sit in his presence with the prayer and with great expectation from him. മനുഷ്യരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ആരും ആയിരിക്കരുത്. We should not expect anything from people. കാരണം ലോകത്തിൽ ഒരു മനുഷ്യർക്കും നമുക്ക് വേണ്ടി ഒന്നും തരുവാൻ കഴിയുകയില്ല. Because none of the people can give anything to you. കാരണം ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്കും നമ്മളുടെ ഹൃദയം അറിയാവുന്ന ആരുമില്ല. Because no one knows your heart. നമ്മുടെ ഹൃദയം അറിയുന്നവൻ, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവൻ, നമ്മുടെ ആഗ്രഹങ്ങൾ അറിയുന്നവൻ ഒരേ ഒരുവൻ മാത്രമാണ്. Because the only one who knows your heart needs and the desires is God. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷയോടെ അവന്റെ മുഖത്തേക്ക് നോക്കുന്നെങ്കിൽ നമ്മൾ ആരും നിരാശരായി പോകേണ്ടി വരികയില്ല. So if you look at on his face with great hope and expectation, you will not be disappointed. ഹല്ലേലൂയ. Amen. കാരണം അത് ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന ഗ്യാരണ്ടിയാണ്. Because that is the privilege we got from the word of God. ഹല്ലേലൂയ. Amen. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർമാനമായി ഒരേ വിഷയം തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. The last few weeks we were discussing from one particular portion. അതിന്റെ അകത്ത് ഹല്ലേലൂയ നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരികയാണ്. Now we were meditating about the increasing knowledge in God. അതിനാൽ ദൈവത്തിന്റെ വ്യത്യസ്തമായ അട്രിബ്യൂട്ടുകൾ അല്ലെങ്കിൽ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിക്കുവാനിടയായി തീർന്നു. The last few weeks we have discussed about different characters of God. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും നമ്മൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വേറെ ഒരു അട്രിബ്യൂട്ട് അതിൽ കേൾക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. Today we going to discuss another attribute of God. നമുക്ക് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ പ്രതീക്ഷയോടെ ആയിരിക്കാം. Shall we sit with the great expectation from God? അതിന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം നമ്മളെ കരുതുന്ന ദൈവം എന്നുള്ള വിഷയമാണ്. നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം. Today we going to discuss the God who is with you. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് പഠിച്ചു. The last week we discussed about the creator who is God. അതിനുശേഷം നമ്മൾ യഹോവ ഇരേ നമ്മളെ കരുതുന്ന ദൈവത്തെക്കുറിച്ച് പഠിച്ചു. We also have learned about a God who is taking care of you, Jehovah Jireh. അതിനുശേഷം നമ്മൾ യഹോവ നിസ്സി നമ്മുടെ ജയത്തിന്റെ കൊടിയായിരിക്കുന്നവനെ കുറിച്ച് പഠിച്ചു. Later we have discussed about Jehovah Nissi, he is our banner. കഴിഞ്ഞ ആഴ്ച നമ്മൾ എൽ ഷദായ് സർവശക്തനായിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് പഠിച്ചു. The last week we have discussed about the God who is almighty. ഇന്ന് നമ്മൾ പഠിക്കുന്നത് യഹോവ ശമ്മ കൂടെ ഇരിക്കുന്നത്. കൂടെ ഇരിക്കുന്ന ദൈവം. നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുവാൻ തക്കൊണ്ട് പോകുന്നത്. യഹോവ ശമ്മ. ഹല്ലേലൂയ. അതിന് ആധാരമായി നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിൽ പല സ്ഥലങ്ങളിലും കൂടെ ഇരിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും.
അത് ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ ഇങ്ങ് വെളിപ്പാട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ആ ഒരു ദൈവത്തിന്റെ ഒരു അട്രിബ്യൂട്ട് ഭാവത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. We can see the character of God, that who is staying with you, that we can see from Genesis to Revelation. അത് പുറപ്പാട് പുസ്തകത്തിൽ യഹോവയെ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. In Exodus, God said to Moses that I will be with you. അത് ഹല്ലേലൂയ. മോശ വളരെ ഭയമുള്ളവനായി ഫറവോന്റെ മുമ്പിലേക്ക് പോകുവാൻ മടിയോടെ ആയിരുന്നപ്പോൾ Moses was afraid to go in front of Pharaoh. അതിന്റെ മധ്യത്തിൽ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നീ ധൈര്യമായിട്ട് പോവുക. Then God said to Moses that don't be afraid, I will be with you and you can go. അതുപോലെ തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൊക്കെയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം കൂടെ ഇരുന്ന് അവരെ ജയത്തിലേക്ക് വഴി നടത്തിയ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം കഴിയും. And we could see there are a lot of testimonies that people who live for God, then God stayed with them. ഇന്ന് പകൽക്കാലം നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നും ആ ഒരു സംഭവം എടുത്തുകൊണ്ട് ഹല്ലേലൂയ കൂടെ ഇരിക്കുക ദൈവത്തെ കുറിച്ച് പഠിക്കാമെന്ന് ചിന്തിക്കുന്നു. Today we're going to meditate a portion from Daniel. ദാനിയേലിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 8 മുതൽ ഉള്ള വാക്യങ്ങൾ. അത് മുഴുവനായിട്ട് വായിക്കാൻ നമുക്ക് സമയമില്ല, കാരണം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. Shall we read Daniel chapter 3 verse 8 onwards? അപ്പോൾ 8 മുതൽ 30 വരെ ഉള്ള വേദഭാഗത്തിലാണ് ഈ ഒരു സംഭവം കിടക്കുന്നത്. That incident is written in Daniel chapter 30 verse 8 onwards. അത് ഹല്ലേലൂയ. നമുക്കറിയാം ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നുള്ള 3 എബ്രായ ബാലന്മാരുടെ ഒരു ചരിത്രപ്പെടുത്തിയിരിക്കുന്നു. We know there are 3 young boys who called Shadrach, Meshach and Abednego. ഈ 3 ബാലന്മാരും നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ ആ രാജ്യത്തെ അടിമകളായിട്ട് ജീവിക്കുന്ന കാലഘട്ടമായിരുന്നു. They were lived as slaves in that time in Israel. ഈ രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവിന്റെ ശുശ്രൂഷക്കാരായി നിന്ന ഈ 3 ബാലന്മാരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. These boys were living in the palace as the servants of king. അവിടെ അവർ തങ്ങളെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ, യഹോവയ്ക്ക് പ്രസാദമുള്ളവരായവർ ജീവിച്ചപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ മഹത്വമായി വെളിപ്പെട്ടത് നമുക്ക് കാണുവാൻ കഴിയും. Here we can see that they lived for God and then the glory of God revealed through their life. അതുപോലെ തന്നെ നമുക്കറിയാം ആ ഒരു പ്രാരംഭ കാലഘട്ടത്തിൽ അവര് രാജകൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ രാജാവിന്റെ ഭോജനങ്ങളൊക്കെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തും, അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ വളർത്തുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചു. The king wanted to help them and support them with whatever the king used to eat, and he offered everything whatever he can give it to the boys. കാരണം ഈ ഒരു എബ്രായ ബാലന്മാരെയൊക്കെയും രാജകൊട്ടാരത്തിൽ ആക്കിയിരുന്നപ്പോൾ അവരുടെ ഏറ്റവും നല്ല രീതിയിൽ അവർ വളർന്നു വരിക എന്നുള്ളത് അവിടുത്തെ ഈ ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു നേതൃത്വത്തിന് രാജാവ് കൊടുത്തിരുന്ന കൽപ്പനയായിരുന്നു. It was the order from the king to the people who were serving the food that give everything to these boys whatever they want. അതുകൊണ്ട് തന്നെ അവര് ഏറ്റവും നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം ശ്രമിച്ചു. Therefore they tried to do their best for these boys. എന്നാൽ ഹല്ലേലൂയ അവിടെ നമുക്ക് അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ ഈ ഭാഗങ്ങളൊക്കെ കാണുവാൻ തക്കവണ്ണം കഴിയും. We can see that in the chapter 1 this incident. ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. Today we are not going to look at on that part. ഞാൻ ഇത് പറഞ്ഞതിന്റെ ഒരേ ഒരു കാര്യം, അവർ എവിടെയായിരുന്നാലും അവർ ആരാണ് എന്നുള്ള ബോധ്യം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. So today I want to focus on that. Although they were in the palace, but they knew who they are. നമുക്കറിയാം മോശയുടെ ചരിത്രവും ഇതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്നത്. We can see Moses also was the same. മോശ ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ ജനമായിരുന്ന ഹല്ലേലൂയ ഒരു പൈതലായി ജനിച്ചെങ്കിലും, although he born as a child of God, അവിടെ നിന്ന് ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന അനുഭവം ഉണ്ടായി. but he had to shifted to the palace of Pharaoh. എന്നാൽ ഹല്ലേലൂയ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന ആ ഒരു പൈതലിന് ഒരു മാതാവിന്റെ സംരക്ഷണം
തന്റെ സ്വന്തം മാതാവിൽ നിന്ന് ലഭിക്കുവാൻ സ്വർഗം അവസരമൊരുക്കി. But the heaven gave the opportunity for Moses to experience and get the opportunity to get the care from his own mom. ഹല്ലേലൂയ. അത് ദൈവത്താൽ പ്ലാൻ ചെയ്ത കാര്യമായിരുന്നു. It was planned according to the God. നമുക്കറിയാം മോശ 40 വർഷക്കാലം ഫറവോന്റെ കൊട്ടാരത്തിലായിരുന്നു. We know that Moses was lived in Pharaoh's palace around 40 years. എന്നാൽ ഹല്ലേലൂയ 40 വർഷക്കാലം ഫറവോന്റെ കൊട്ടാരത്തിൽ ഫറവോന്റെ എല്ലാ യുദ്ധ നൈപുണ്യവും നേടി അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു സോൾജിയറായി വളർത്തപ്പെട്ട മോസസ്. He was practiced and qualified as a good soldier when he lived in the palace. 40 വയസ്സായപ്പോൾ അവനെ ആരും ഉപദേശിച്ചു കൊടുത്തതായിട്ട് അവിടെ കാണുന്നില്ല. But we can't see if anyone is advising him anything. 40 വയസ്സായപ്പോൾ തന്റെ ജനത്തിൽ ഒരുവൻ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടപ്പോൾ അവൻ പ്രതികരിക്കുവാനിടയായി. But he responded to the incident. One of his own brother was torturing by another person. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഇവൻ രാജകൊട്ടാരത്തിലായിരുന്നെങ്കിലും താൻ ആരാണ് എന്നൊരു ബോധ്യം അവനുണ്ടായിരുന്നു. So it means that we can understand that although Moses was in the palace, he knew who is he. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ 3 ബാലകന്മാരെ കാണുന്നത്. അവർ ഹല്ലേലൂയ നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിലായിരിക്കുമ്പോഴും അവർക്ക് അവർ ആരാണെന്ന് നല്ലൊരു ബോധ്യമുണ്ടായിരുന്നു. So the same thing it can be seen in this incident. The 3 boys were, although they lived in the palace, but they knew who they are. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, രാജാവിന്റെ ഫുഡ് കൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധരാക്കുകയില്ല. They said that we are not going to make us unholy by the food of the king. കാരണം ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ഞങ്ങൾ കഴിക്കുന്ന ഭൗതിക ഭക്ഷണത്തെക്കാൾ അധികമായി ഞങ്ങളുടെ ദൈവത്തിന്റെ കരുതലാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. They realized that the secret of their health is the power of God, not the food from the king. അതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലല്ല നിങ്ങൾ ആശ്രയിക്കുന്നത്, നിങ്ങൾ ആരോഗ്യത്തോടെ നടത്തുന്ന കർത്താവിലായിരിക്കണം നിങ്ങളുടെ ആശ്രയം. So your trust also should be in God, not with the food or whatever you do for your health. ഹല്ലേലൂയ. കാരണം നമ്മൾ എന്തെല്ലാം ഭക്ഷണം കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തിൽ അത് ബലമായി തീരണമെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. Although you eat well, but God has to help you to make it as an energy in your body. നമ്മൾ എത്ര നല്ല ഹല്ലേലൂയ പോഷകഗുണമുള്ള ഭക്ഷണം കഴിച്ചാലും ഒരു ഡയേറിയ വന്നാൽ ഇതെല്ലാം തീർന്ന് നമ്മുടെ ശരീരം വീണ്ടും ക്ഷീണിക്കുന്ന അവസ്ഥയിലാകുന്ന കാണുവാൻ കഴിയും. Although you eat the balanced diet, but if you have a sickness like diarrhea, you will be unhealthy. ഹല്ലേലൂയ. ഇവിടെ ഈ ബാലന്മാർ പറയുന്നു, രാജാവേ, ഞങ്ങൾ രാജാവിന്റെ കൊട്ടാരത്തിലാണ് ആയിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന മറ്റുള്ളവർക്ക് നീ നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നതെങ്കിലും ഞങ്ങളുടെ ബലം ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണമല്ല. Here we can see that boys were saying to king that although you are giving the rich food for us, but our health is from God. Hallelujah. ആ ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. They were aware about it. ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ എവിടെയായാലും നമ്മൾ ആരാണെന്ന് ഉള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. So we also have to aware that where we are, who we are. നമ്മളായിരുന്ന ഒരു താഴ്ചയുടെ അവസ്ഥയിൽ കർത്താവ് ഉയർത്തുമ്പോൾ ഞാൻ എന്നിൽ തന്നെ പ്രശംസിച്ചു പോകാനിടയാകരുത്. You should not praise yourself when God raise you up from your bad situation. നമ്മളായിരിക്കുന്ന താഴ്ചയിൽ നിന്ന് കർത്താവ് നമ്മുടെ പൊസിഷൻ ഒന്ന് ഉയർത്തുമ്പോൾ നമ്മളുടെ സാഹചര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരായി മാറരുത്. You should not depend on your circumstances when God gave you promotions and positions in your community. നമ്മൾ ഹല്ലേലൂയ ജോലി ഇല്ലാതെ ഭാരപ്പെട്ടു, കർത്താവ് ഒരു ജോലി തന്നപ്പോൾ ആ ജോലി കൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്ന് ചിന്തിക്കരുത്. You should not live for your work, but you should remember about God who has given the job for you. കർത്താവ്, നീ സാമ്പത്തികമായി ഞെരുക്കത്തിലായിരുന്നു, കർത്താവ് നിന്റെ സാമ്പത്തിക നിലവാരത്തെ ഉയർത്തിയപ്പോൾ ഈ സമ്പത്ത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ചിന്തിക്കരുത്. You should not think that you are living with the prosperity you have it, but God is the one who has given that prosperity നീ for you. എത്രത്തോളം ഉയർന്നാലും ഏതെല്ലാം ലെവലിലായാലും നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നു പോകരുത്. You should not forget that there is a God who has helped you to raise up. നിന്റെ ജോലി സാഹചര്യങ്ങൾ മാറിയെന്ന് വരാം. Your job situations can be changed. നിന്റെ ഹല്ലേലൂയ പണത്തിന്റെ സാമ്പത്തിക നിലവാരങ്ങൾ മാറിയെന്ന് വരാം. Your money, your income source can be changed. എന്നാൽ ഹല്ലേലൂയ ഒരിക്കലും നമ്മൾ മറന്നു പോകാത്തൊരു കാര്യമുണ്ട്. എനിക്ക് ജോലി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എന്നെ നടത്തുന്ന ഒരു സ്വർഗമുണ്ട്. But we should not forget that there is a God who is helping you and leading you although you have money or not.
ഹല്ലേലൂയ, എനിക്ക് പണമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എന്നെ നടത്തുന്ന ഒരു സ്വർഗമുണ്ട്. Although you have money or not, God is helping you to lead the life. ഹല്ലേലൂയ, എനിക്ക് കൂടെ നിൽക്കുവാൻ ആരും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എന്നെ കരുതുന്ന ഒരു സ്വർഗമുണ്ട്. Although you have someone to help you and support, but God is staying with you. ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ എല്ലാമായി എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു കർത്താവ് ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. Always we should remember that there is a God who is staying with you and he is taking care of you. ഈ ശദ്രക് മേശക് അബേദ്നെഗോവിനെ നമ്മൾ പഠിക്കുമ്പോൾ, If you study about Shadrach, Meshach and Abednego, അവരുടെ കൂട്ടത്തിൽ ഹല്ലേലൂയ അവരുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള അനേകർ ഇപ്പോഴും അടിമകളായി അടിമവേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. there are so many of the relatives were living as slaves in that time. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് ഇവർ രാജകൊട്ടാരത്തിലേക്ക് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ഷിഫ്റ്റ് ചെയ്യുവാനിടയായി തീർന്നു. But they were promoted to the palace according to God's plan. ഹല്ലേലൂയ, എന്നാൽ അവർ രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഞങ്ങൾ ആരൊക്കെയാണ്, ഞങ്ങൾ എന്തൊക്കെ പ്രത്യേക പ്രിവിലേജ് ഉള്ളവരാണെന്ന് ചിന്തിച്ച് അവരൊരിക്കലും സ്വയമായിട്ട് അഹങ്കരിക്കുവാനിടയായി തീർന്നില്ല. But they did not pride by themselves that when they reached into the palace. ഹല്ലേലൂയ, അവർ അവിടെ ആയിരുന്നപ്പോഴും അവരുടെ ഉള്ളിൽ അവർക്കൊരു ബോധ്യമുണ്ടായിരുന്നു, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളെ താഴ്ചയിൽ ഉയർത്തി ഈ ലെവലിലേക്ക് കൊണ്ടുവന്നത്. They were aware that the God is the one who has brought us in this palace. ഹല്ലേലൂയ, അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, രാജാവേ, ഞങ്ങൾ നിന്റെ നിന്റെ ഒരു കാര്യങ്ങളുമല്ല ആശ്രയിക്കുന്നത്, ഇപ്പോഴും ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങളുടെ ആശ്രയം ഞങ്ങളുടെ കർത്താവിൽ മാത്രമാണ്. That's why they said to the king that the king, we are not going to depend you, we depend and we trust on God. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങളുടെ ആശ്രയം കർത്താവിലായിരിക്കട്ടെ. Today I'm repeating again that your trust should be in God. നിങ്ങളുടെ ആശ്രയം നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു കാര്യത്തിലുമായി തീരരുത്. Your trust should not be any of the goodness what God has given. നിങ്ങളുടെ ആശ്രയം ഹല്ലേലൂയ നിങ്ങളുടെ ജോലിയിലായി, ഹല്ലേലൂയ ജോലിയുടെ പുറകെ ഓടി ജീവിതം തീർക്കരുത്. You should not run behind your job. കാരണം കർത്താവിന്റെ കരുതൽ നിന്റെ കൂടെ ഇല്ലെങ്കിൽ നിന്റെ ജോലി ഹല്ലേലൂയ ഒരു സെക്കൻഡ് കൊണ്ട് പോകാവുന്നതേ ഉള്ളൂ. If you don't have the protection and caring on you, the job can be loose at any time. പണത്തിന്റെ പുറകെയോ കുഞ്ഞുങ്ങളുടെ പുറകെയോ ആരോഗ്യത്തിന്റെ പുറകെയോ ഒന്നിന്റെയും പുറകെ ഓടി നിന്റെ കർത്താവിനെ നീ മറന്നു കളയരുത്. If you live only for your children or your family and then you forget God, then you are wasting your time. ഈ മൂന്ന് എബ്രായ ബാലന്മാർക്ക് ദൈവത്തെ മറന്നു കളയുവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. There are so many possibilities for that boys to forget about God. അവർ രാജാവിന്റെ കൊട്ടാരത്തിലായിരിക്കുമ്പോൾ അവർക്ക് അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും രാജാവ് കൊടുത്തിരുന്നു. They had all the privilege to enjoy their life in that palace. അവർക്ക് ആ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഹല്ലേലൂയ ഒരു രാജകുമാരന്മാരെ പോലെ അവർക്ക് അവിടെ ജീവിക്കുവാൻ കഴിയുമായിരുന്നു. They were able to live as a prince in that palace. എന്നാൽ അവരുടെ താഴ്ചയിൽ നിന്ന് അവർ ഹല്ലേലൂയ ആ നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും അവരവരുടെ ഹൃദയത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വന്നതിന്റെ പുറകിലും ഞങ്ങളുടെ ദൈവമാണ് കാരണം. But they knew that when they were shifted to the palace, it was God's plan. ഹല്ലേലൂയ. Amen. നമുക്കറിയാം ഈ മൂന്ന് ബാലകന്മാരെ ഇസ്രായേലിന്റെ ആ കാര്യങ്ങൾക്കൊക്കെയും ഒരു സൂപ്പർവൈസേഴ്സായി നെബൂഖദ്നേസർ രാജാവ് നിശ്ചയിച്ചു. The king of Nebuchadnezzar appointed them as a leaders for the Israel. അവര് പല കാര്യങ്ങളിലും അവർ ഏറ്റവും ഹോണസ്റ്റ് ആയിരുന്നത് കൊണ്ട് എലിജിബിൾ ആയിരുന്നത് കൊണ്ടും അവരെ രാജാവ് കൂടുതൽ ബഹുമാനിക്കുവാനിടയായി തീർന്നു. The king honored them because these boys were honest and eligible for that. ഞാൻ പറഞ്ഞു, നമ്മൾ ആയിരിക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ വിശ്വസ്തരായിരുന്നാൽ ദൈവം മാത്രമല്ല നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലും നമ്മൾ മാനിക്കപ്പെടുവാനിടയായി തീരും. If you are faithful in the place where God has appointed you, God will honor you. At the same time, the world also will honor you. ഈ ലോകത്തിൽ ആരും നിന്നെ മാനിക്കാൻ ഹല്ലേലൂയ നീ ആഗ്രഹിച്ചാൽ ഒരിക്കലും നീ മാനിക്കപ്പെട്ടു എന്ന് വരികയില്ല. Although the world might not honor you, എന്നാൽ നിന്നെ കർത്താവാക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നീ വിശ്വസ്തയായിരുന്നാൽ കർത്താവ് നിന്നെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായി. But if you are faithful to the place where you are appointed, God will honor you. ഇവിടെ കർത്താവ് ഹല്ലേലൂയ രാജാവിന്റെ ഹൃദയത്തിലും ഈ ബാലകന്മാരെ മാനിക്കുവാൻ തക്കവണ്ണം പ്രേരണ കൊടുക്കുവാനിടയായി തീർന്നു. Here we can see that the God tempted the king to honor these boys. ഈ രാജാവിന് ഈ ബാലകന്മാരെ ഇഷ്ടമായിരുന്നു. The king likes that boys.
അതുകൊണ്ട് തന്നെ അവർക്ക് ഹല്ലേലൂയ രാജാവ് നല്ല റെസ്പോൺസിബിലിറ്റികളൊക്കെ കൊടുക്കുവാനിടയായി തീർന്നു. That's why the king has given so many responsibilities for them to do. എന്നാൽ ഈ കർത്താവിന്റെ ഈ രാജാവിന്റെ സന്നിധിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇവരെ കുറിച്ച് ഇവരുടെ കൂടെ ഉള്ളവർക്ക് അസൂയ ജലസി കടന്നു വരുവാനിടയായി തീർന്നു. But the people who were with them had jealous about that. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ അവർ ഈ ബാലകന്മാരെ എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കുവാൻ തക്കവണ്ണം ആഗ്രഹത്തോടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. So their intention was to kick them out from the palace. ഹല്ലേലൂയ. ഇവിടെ അവർ തന്നെ പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞു രാജാവിന്റെ ഒരു സ്വർണ്ണ ബിംബത്തെ ഉണ്ടാക്കണം. So they planned and to decide to make an image of sculpture. ഹല്ലേലൂയ. ആ ഒരു നെബൂഖദ്നേസറിന്റെ ഒരു ഗോൾഡൻ സ്റ്റാച്യു ഉണ്ടാക്കി അവരുടെ എല്ലാവരും കാണത്തക്ക നിലവാരത്തിൽ അവർ സ്ഥാപിച്ചു. They made a statue of king and then placed in a particular place. എന്നിട്ട് പറഞ്ഞു ഹല്ലേലൂയ കാഹളങ്ങൾ ഊതുമ്പോൾ അല്ലെങ്കിൽ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുമ്പോൾ എല്ലാവരും ആ ഒരു ബിംബത്തിന്റെ മുമ്പാകെ വീണ് നമസ്കരിക്കണം. Then they said to the people that all of you have to bow down in front of that image when the trumpets blow. ഹല്ലേലൂയ. അങ്ങനെ കാരണം ഇവർക്കറിയാമായിരുന്നു ഈ ഇസ്രായേലി ബാലന്മാർ അവർക്ക് അവരുടെ ദൈവത്തിലുള്ള കോൺഫിഡൻസും ഉറപ്പും ഇവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. Because they were aware about the trust and confidence of these boys in the God Jehovah. അതുകൊണ്ട് നമുക്കറിയാം യേശുവിന്റെ കാലഘട്ടങ്ങളിലും യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി പല ചോദ്യവും ചോദിച്ച യഹൂദന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. In New Testament we can see that Jews were testing Jesus to know about his faith. അതുകൊണ്ട് ഞാൻ പ്രിയ ദൈവത്തിന്റെ മക്കൾ നമ്മോട് പറയാം, നമ്മൾ യഥാർത്ഥമായി കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ നമ്മളുടെ വിശ്വാസത്തെ ശോധന ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. So if we stand for God really, then there will be so many tests in our life. ഞാൻ യഥാർത്ഥമായി കർത്താവിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യുവാൻ ദൈവം ചില അവസരങ്ങളെ ഉണ്ടാക്കി തരും. If you stand for God, then God will arrange some opportunities and then some incidents in your life to test you. നമ്മുടെ കൂടെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ നമ്മളൊരു ദൈവ പൈതലാണെന്ന് ബോധ്യം വന്നാൽ നമ്മൾ അങ്ങനെ അല്ലാതെ ആക്കുവാൻ തക്കവണ്ണം നമ്മുടെ സംസാരത്തിൽ പിടിക്കുവാൻ ചാൻസ് ഉണ്ട്. There are possibilities for our friends or colleagues to deny you, to make you deny your God if they knew that you are standing for God. അവർ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുവാൻ ചാൻസ് ഉണ്ട്. They might irritate you. അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. They also might insult you. അവർ നമ്മൾക്കെതിരെ പല അപവാദങ്ങളും പറയുവാൻ ചാൻസ് ഉണ്ട്. They might gossiping about you. അതിന്റെ അങ്ങനെയുള്ള പിശാചിന്റെ തന്ത്രങ്ങൾ മുന്നിൽ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഞാൻ ആരാണ് എന്നുള്ള ബോധ്യത്തിൽ നിൽക്കുവാൻ. When it comes to so many tricks of devil, then you have to understand who you are. ഹല്ലേലൂയ. ഈ ഇസ്രായേൽ ബാലന്മാർ അവർക്ക് മനസ്സിലായി ഇതവരെ ട്രാപ്പിലാക്കുവാൻ തന്നെയുള്ള കാര്യമാണ്. These boys realized that this is a trap from the people. ഈ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാതിരിക്കുന്ന എല്ലാവരെയും ഹല്ലേലൂയ എരിയുന്ന തീച്ചൂളയിലേക്ക് ഇട്ടുകളയുവാൻ രാജാവിന്റെ ഒരിക്കലും മാറ്റിക്കൂടാത്ത ഒരു പ്രമാണം ഉണ്ടാക്കി. They made a commandment that if any one of you deny to or refuse to bow down in front of this gold image, they will burn to death. രാജാവ് ഒരു കൽപ്പന ഇറക്കി കഴിഞ്ഞാൽ അത് ആർക്കും ഈവൻ രാജാവിന് പോലും അത് മാറ്റുവാൻ കഴിയാത്ത നിലവാരത്തിൽ രാജാവിന്റെ മുദ്രമോതിരം കൊണ്ട് മുദ്രയിട്ടു. If king has commanded an order as a commandment, then he cannot change it. രാജാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാജാവ് ഒരു വാക്കു പറഞ്ഞാൽ അത് രാജാവ് പോലും മാറ്റുകയില്ല. What is the speciality of the king's word is that if he said something, then he cannot change it. നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകൾ ഇപ്പോഴൊന്ന് വാക്ക് പറയും, അടുത്ത മൊമെന്റ് നമ്മൾ മാറ്റി പറയും. കാരണം നമ്മൾ സാധാരണ മനുഷ്യരാണ്. As a human being we change our words although we said something. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ ലോകത്തിലെ ചുരുക്കം ചില കാലഘട്ടത്തിലേക്ക് മാത്രം രാജാവായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ വാക്കിന് അത്രത്തോളം ബോൾഡ്നെസ് ഉണ്ടെങ്കിൽ നമ്മൾ രാജാവിന്റെ മക്കളാണെന്ന് മറന്നു പോകരുത്. So if there is a king of the world has the power like this, then we should not forget our heavenly father, our heavenly king's power. ഹല്ലേലൂയ. നമ്മൾ ഒട്ടും കുറഞ്ഞവരല്ല, നമ്മൾ രാജാവിന്റെ മക്കളാണ്. We are not a degraded people, we are the children of king of kings. ദൈവത്തിന്റെ വചനം പറഞ്ഞു നമ്മളെ
രാജ്യവും പുരോഹിതന്മാരുമാക്കി The word വെച്ചിരിക്കുന്നു. of God is saying that he made us the priest of king. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ പറയുന്ന വാക്കിന് വിലയുള്ളവരായിരിക്കണം. So we have to make sure that what we said, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് എതിരായി അതിനെ തകർത്ത് കളയുവാൻ തക്കവണ്ണം പലരും പല കാര്യങ്ങളും കൊണ്ടുവന്നാലും നമ്മുടെ ഉള്ളിൽ നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം ഞാൻ എന്താണ് പറയുന്നത്. although there are so many troubles comes to change your word, but you should stick on the word what you said for God. Praise God. നമുക്കറിയാം നമ്മൾ കർത്താവിനോട് നിൽക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പറയുമെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ തന്നെ മാറ്റുവാറുണ്ട്. Although we might say something about God that I'm going to stand, but when the problems comes we might change your word. കാരണം നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ ഈ വാക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഭാവി എന്തായി തീരും. Because we are thinking that if I stick on the word what I said, then what will be my future? എൻ്റെ ഹല്ലേലൂയ എൻ്റെ ആ ഫ്യൂച്ചർ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകുണ്ടല്ലോ. Will it my future will be lost? എനിക്ക് തിന്മ വരുവാൻ ചാൻസ് ഉണ്ടല്ലോ. Is there any bad things can affect on my life? എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ഈ 3 എബ്രായ ബാലന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, but if you look at on these boys who was chosen by God, ഹല്ലേലൂയ രാജാവിന്റെ ഒരിക്കലും മാറ്റിക്കൂടാത്ത കൽപ്പന ഹല്ലേലൂയ എഴുതി രാജാവ് സീൽ വെച്ചിരിക്കുമ്പോൾ തന്നെ, although when they see the commandments what the king has written, അവർ പറയുന്നു ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദൈവത്തെ അല്ലാതെ ഞങ്ങൾക്കൊന്നിനെയും ആരാധിക്കാൻ we കഴിയുകയില്ല. can't serve or we can't bow down any of the gods unless our God. ഈ ബാലന്മാരെ കൊടുക്കുവാൻ തക്കോണം നോക്കിയിരുന്ന ചിലർ രാജാവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, രാജാവേ ഈ ഹാലിൽ കാഹളം മുഴക്കുമ്പോൾ ഈ 3 ബാലന്മാർ മാത്രം അങ്ങ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുന്നില്ല. The people who wanted to trap these boys went and said to the king that these boys did not bow down in front of the image of you. ഹല്ലേലൂയ. അപ്പോൾ രാജാവ് അവരെ വിളിപ്പിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. Then king called that boys in front of him. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? He asked them, why did you behave like this? രാജാവ് അവരോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാർ. Then king was telling that if you don't bow down in front of the image of my the sculpture, I will put you in the fire. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചാൽ എന്റെ കയ്യിൽ നിങ്ങളെ വിടുവിക്കുവാൻ ശക്തിയുള്ളത് ആരാണ്? If I do like that, who can help you to save your life from ഈ that? ലോകത്തിലെ രാജാവ് വിചാരിച്ചു രാജാവാണ് ഏറ്റവും ശക്തനായിരിക്കുന്നവൻ. That king thought that he is the most strongest person in the world. ഈ ലോകത്തിൽ രാജാവ് വിചാരിച്ചു ഞാൻ വിചാരിച്ചാൽ നടക്കാത്തതായി ഈ ലോകത്തിലൊന്നുമില്ല. He thought that there is nothing is impossible my. ഈ ലോകത്തിൽ രാജാവ് വിചാരിച്ചു എന്റെ അധികാരത്തിന് മീതെ ഒരു അധികാരവുമില്ല. He thought there is no authority above my authority. എന്നാൽ ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിനോട് യഥാർത്ഥമായി നിൽക്കുന്ന ഒരു ദൈവ പൈതൽ ഇന്നുമുണ്ടെങ്കിൽ ഈ ലോകത്തിലെ സകല അധികാരങ്ങൾക്ക് മീതെ അധികാരമുള്ള ഒരുവനുണ്ടെന്ന് എന്നിൽ നിന്നിൽ കൂടി പ്രൂവ് ചെയ്യുവാൻ സ്വർഗ്ഗത്തിന് കഴിയും. But God can prove that there is an authority above everything in the world if you stand as a child of God in this world. എന്നെ നിങ്ങളെയും കർത്താവിന് പകൽക്കാലം അതിനു വേണ്ടി ചലഞ്ച് ചെയ്യുകയാണ്. So God is challenging for that for you and me. ഞാനും നിങ്ങളും കർത്താവിന്റെ നാമത്തിന് വേണ്ടി വിശ്വസ്തയോടെ മാറാതെ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ, if you are ready to stand for God, ഈ ലോകത്തിലെ എല്ലാ നിയമങ്ങൾക്കും മീതെ എന്റെ നിയമകർത്താവായി ഉണ്ടെന്ന് ലോകത്തിന് ദൈവം ബോധ്യപ്പെടുത്തി കൊടുക്കും. he can prove you that there is a law above this law. ഈ ലോകത്തിലെ എല്ലാ മെഡിക്കൽ സയൻസിനും മീതെ എനിക്ക് വേണ്ടി പുതിയ റിപ്പോർട്ട് എഴുതുവാൻ കഴിവുള്ള ജീവനുള്ള ദൈവമുണ്ടെന്ന് എന്റെ കർത്താവ് ബോധ്യപ്പെടുത്തി കൊടുക്കും. he can prove through your life that there is a report from God that which is above from this world. ഈ ലോകത്തിൽ എനിക്കെതിരായി എഴുതിയിരിക്കുന്ന എല്ലാ വിധികൾക്കും മീതെ എനിക്ക് ഹല്ലേലൂയ അതിന്റെ മുകളിൽ എനിക്ക് വേണ്ടി ഒരു ന്യായകർത്താവ് ഉണ്ടെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കും. he can prove through your life that there is a judge above all the judges in this world. നമ്മൾ നമ്മുടെ വഴിയെ ശ്രമിക്കണ്ട. we don't need to look on in our own ways. നമ്മൾ അതിനു വേണ്ടി ഹല്ലേലൂയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണ്ട. you don't need to do anything for that. നമ്മൾ അതിനു വേണ്ടി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ താഴോട്ട് പോകാൻ തയ്യാറാകണ്ട. you don't need to go back from the relationship of God. നിന്നെ എതിർക്കുന്നവർ എതിർക്കട്ടെ. let people who do bad things, let them do what they want. നിനക്കെതിരെ എന്തും പറയുന്നവർ അവർ പറഞ്ഞുകൊള്ളട്ടെ. let people do whatever they want about you. നീ യഥാർത്ഥമായ ഒരു ദൈവത്തിന്റെ പൈതലായി നിലനിൽക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ, if you can stand as a child of God, നിന്നെ എതിർക്കുന്നവരുടെ മുമ്പിൽ ഒരു ജീവനുള്ള ദൈവം ഇന്നും ഉണ്ടെന്ന് അവൻ തെളിയിച്ചു കൊടുക്കും. he can prove through your life that in front of people who are against ജീവിതത്തിൽ you. കൂടി കർത്താവ് ചെയ്യും. he can prove that to your life. അതിന്റെ ജോലി മേഖലയിൽ കർത്താവ് ചെയ്യും. he can do that in your workplace. അതിന്റെ ആരോഗ്യ മേഖലയിൽ കർത്താവ് ചെയ്യും. he can do that through your health. നിന്റെ സാമ്പത്തിക മേഖലയിൽ കർത്താവ് ചെയ്യും. he can do that on your financial അതിന്റെ status. ആത്മീക മേഖലയിലും
വേണ്ടിയും കർത്താവ് He ചെയ്യും. can do that on your spiritual ഓ, realm. നീ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നാൽ അവൻ തെളിയിക്കും നിന്റെ ദൈവം ആരാണെന്ന്. If you stand as a faithful person to God, then He will prove that who you are. റിഖബല റിബല ബറബല ബക്ഷംതരാ ദിഖരമനയാദരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് ചിലരെ നോക്കുകയാണ്. God is looking at certain people. ഓ, എനിക്ക് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? Is there anyone who can stand for me? അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോയിരിക്കുന്നു. That's the word of God is saying that the faithful people are reducing. യഹോവ സ്വർഗ്ഗത്തിൽ നോക്കുകയാണ്. God is looking at from heaven. വിശ്വാസികളെ അല്ല, God is not looking at the believers. വിശ്വസ്തന്മാരെ. He is looking for the faithful people. എന്തിനു വേണ്ടിയാണ്? Why he is looking at that? ദൈവത്തിന് തന്നെ ഒന്ന് വെളിപ്പെടുത്താൻ. Because he wants to reveal himself through the faithful people. ദൈവത്തിന് തന്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്താൻ. He wants to reveal his glory through the faithful people. ഓ, താൻ ആരാണെന്ന് നമ്മുടെ ചുറ്റുപാടുകൾക്കൊന്ന് വെളിപ്പെടുത്താൻ ദൈവം ചിലരെ തേടുകയാ. He wants to reveal that who is he. He wants to reveal that through your life. ഓ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കളെ, കർത്താവ് നിങ്ങൾ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ചലഞ്ച് ചെയ്യുകയാ. നിങ്ങൾ എനിക്ക് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കൂടി ഞാൻ വെളിപ്പെടുത്തും. Today God is challenging you that if you are ready to stand for me, then I will prove that who I am through your life. നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഹല്ലേലൂയ ഞാൻ അങ്ങനെയല്ലേ നിൽക്കുന്നത്. We might think that am I standing in that way or not? ഞാൻ അങ്ങനെയാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ അതിന്റെ ടെസ്റ്റിംഗ് നടക്കണം. If I need to prove that I'm a faithful person or not, then I have to have a test in my life. ഹല്ലേലൂയ. ഒരു തീച്ചൂടിന്റെ അനുഭവം ഇല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മളിൽ പലർക്കും ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്നവരെ നിൽക്കുവാൻ തക്കവണ്ണം കഴിയും. If there is a fire in front of you, then how many of you can stand in that? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ മുന്നിൽ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ദൈവപൈതലാണ് പറഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം കഴിയും. If there is not a problem in front of you, then you all can say that I'm a child of God. നമുക്കറിയാം, ഈ ഒരു ചെറിയ കൊറോണ എന്നൊരു വൈറസ് വന്നപ്പോൾ കർത്താവിന് വേണ്ടി നിന്ന് എത്ര പേർ കർത്താവിനെ വിട്ടിട്ട് പോയി? We know that when the COVID came, that how many of you standing for God? അവർ പറയുന്നു ഹല്ലേലൂയ, ഓ ഇതിനൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. They are saying that if God cannot control the COVID, then why should I stand for God? ഞാൻ പറയും, ഈ ഒരു ചെറിയ വിഷയത്തിൽ പോലും എന്റെ ദൈവത്തിന് തന്നെ മഹത്വം വെളിപ്പെടുത്താൻ എന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ, If I can't live my life to reveal the glory of God, then why should I say God? ഹല്ലേലൂയ. പിന്നെ എങ്ങനെ വലിയ പ്രശ്നത്തിന് നടുവിൽ എനിക്ക് എന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ കഴിയും? Then how can you give your life for the big problems? ഈ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ അവർ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരാണ്. These boys under Meshach and Abednego, they were anointed people to stand for God. അവർ ദൈവത്തെ മാത്രം ആരാധിക്കുന്നവരാണ്. They were serving only to the living God. അവർ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്. They were serving only the living God. അവർ ദൈവത്തിന് വിശ്വസ്തരാണ്. They are faithful people. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ മോനെ, ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ വളരെ എളുപ്പമാണ്. God is telling them that it is easy for you to stand for me if you don't have any problems in your life. അത് ഞാനോട് പറയാം, അതുകൊണ്ട് മാത്രമാണ് നമ്മളിൽ പലരും ഇന്ന് വിശ്വാസികളായിരിക്കുന്നത്. That's why most of us are standing for God now. കർത്താവിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ള കാരണ നിമിത്തം നീ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ നിന്നെ അടിക്കാൻ തുടങ്ങിയാൽ നീ പറയും, എനിക്ക് കർത്താവിനെ അറിയത്തില്ലെന്ന് പറയും. If you go out and someone slap you because of that you are Christian, then you might deny that. You will say that I don't know God. നീ നിന്റെ കർത്താവിന് വേണ്ടി നിൽക്കുന്നു ഒറ്റ കാരണ നിമിത്തം നിന്റെ ജോലി നഷ്ടപ്പെട്ടാ നീ പറയും, ഓ എനിക്ക് കർത്താവേ നിന്നെ വേണ്ട, എനിക്ക് ജോലി മതി എന്ന് പറയും. If you lost your job because of God, then you will say that I need job, I don't want God. നീ നിന്റെ കർത്താവിനോട് നിൽക്കുന്ന നിമിത്തം നിന്റെ കുടുംബത്തിൽ നീ ഒറ്റപ്പെടുമ്പോൾ നീ കുടുംബത്തിൽ ചെല്ലും പറയും, ഞാൻ ഈ വിശ്വാസിയൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയാന്ന് പറയും. If you left alone in your family because of the God, then you might say that I'm not a believer, I'm just an ordinary person. ഇതൊക്കെ ഏറ്റവും സിമ്പിൾ കാര്യങ്ങളല്ലേ? നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ഒഴിവാക്കുമ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ അവരുടെ കൂടെയും പള്ളി വരുമ്പോൾ നമ്മൾ ദൈവമക്കളുമാണ്. When you left alone with your friends and then you will deny God. ഹല്ലേലൂയ. എപ്പോഴാണ് ഞാൻ ദൈവമകളാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്? എപ്പോഴാണ്? When you have to prove that you are a child of God. അത് തെളിയിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ, when it comes the problems in your നിന്റെ കൂടെ നിൽക്കുന്നവർ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, when you left alone from your people, നീ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നിനക്കെതിരായി വരുമ്പോൾ, when the situations against you, കർത്താവിന്റെ നാമനിമിത്തം പീഡ അനുഭവിക്കേണ്ടി വരുമ്പോൾ, when you have tribulations in your life, അതിന്റെ മധ്യത്തിൽ ഞാൻ എന്നെ തന്നെ പ്രൂവ് ചെയ്യണം, ഞാനൊരു ദൈവ പൈതലാണ് എന്ന്. in the midst of your problems you have to prove that you are a child of God. അതിനാണ് കർത്താവ് ചില
ചിലരെ നോക്കുന്നത്. That is what God is looking at people. അല്ലാതെ എല്ലാ ഞായറാഴ്ചയും വന്ന് കൈയടിച്ച് പാട്ടുപാടി പോകുന്ന ചിലരെ അല്ല കർത്താവിന് വേണ്ടിയത്. God doesn't want people who comes regularly to worship him. ഹല്ലേലൂയ. അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും വന്ന് പ്രസംഗിക്കുകയും വർഷിപ്പ് ലീഡുകയും ചെയ്യുന്ന ചിലരെ അല്ല കർത്താവിന് വേണ്ടിയത്. He doesn't want someone to come and worship and preach regularly. ഹല്ലേലൂയ. എല്ലാ മീറ്റിംഗിലും വന്ന് വലിയ വലിയ സാക്ഷ്യങ്ങൾ പറയുകയും നീട്ടി പ്രാർത്ഥിക്കുന്നവരെയും അല്ല കർത്താവിന് വേണ്ടിയത്. He doesn't want someone to come and give the testimonies every day and then doing a long prayers. ജീവിതത്തിന്റെ ഹല്ലേലൂയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഞാനൊരു ദൈവപൈതലാണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിയുന്നവരെയാണ് കർത്താവിന് He വേണ്ടിയത്. wants the people who wants to prove he is the living God. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സിനെ ഈ ബൈബിൾ പഠിക്കുവാൻ We കഴിയും. can see different characters of God. നമ്മൾ ഹല്ലേലൂയ ആ ഒരു മേഖലയിലേക്കും നമ്മൾ പോകുന്നില്ല. We can't go in everywhere today. ഈ ഹല്ലേലൂയ 3 ബാലകന്മാരോട് രാജാവ് പറഞ്ഞു, നിങ്ങൾ ഈ ബിംബത്തെ നമസ്കരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ തീക്കകത്തിട്ട് കളയും. The king of Nebuchadnezzar said to these boys that if you don't bow down in front of my image, I will put you in the fire. ഹല്ലേലൂയ. അവർ രാജാവിനോട് പറയുന്ന അതിനുശേഷം ഞാൻ പറഞ്ഞു രാജാവ് ഒരു കാര്യം കൂടെ പറഞ്ഞു, അതിന്റെ അകത്ത് നിങ്ങളെ വിടുവിക്കാൻ കഴിയുള്ളത് ആരാ ഉള്ളേ? And then king ordered one more thing, who can save you in the midst of that burning fire? ഓ ഹല്ലേലൂയ. അവര് ഈ ബാലകന്മാർ രാജാവിനോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്. Then these boys were telling a reply to king. ഓ രാജാവ് എന്നും പറഞ്ഞ് കാലെ വീഴുവല്ല ചെയ്തത്. They did not bow down to the king. ഞാനത് വായിച്ചപ്പോൾ സർപ്രൈസ് ആയി പോയി. I became surprised when I read it. അവർ രാജാവിന്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയും, നെബൂഖദ്നേസറേ, They are called. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. They are telling Nebuchadnezzar king, we don't have to answer for this question. ആ കാലഘട്ടത്തിൽ രാജാവിനെ രാജാവ് എന്ന് വിളിച്ച് കുമ്പിട്ട് നിൽക്കുന്നവരെ മാത്രമേ കാണാനുള്ളൂ. In that time we can see only people who bow down to king. എന്നാൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാർ രാജാവിന് മുമ്പിൽ ചെന്ന് വിളിക്കുക, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. But these boys were telling with courage that Nebuchadnezzar, we don't have to answer to this question. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും. The God whom we serve can deliver us from this burning fire. ഇനി അവൻ വിടുവിച്ചില്ലെങ്കിലും Although he did not deliver us, ഞങ്ങൾ നീ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കത്തില്ല. we will not bow down the image of you. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തോടുള്ള ബന്ധം ഞങ്ങളുടെ ജീവനേക്കാൾ വലുതാണ്. Because our relationship is bigger than our life. നമ്മൾ എപ്പോഴും പാടാറുണ്ട്, എന്റെ ജീവനേക്കാൾ നീ വലിയതാണ് കർത്താവേ എന്ന്. We always sing that you are bigger than my life. ഞാൻ പറഞ്ഞു ജീവനൊന്നും വേണ്ട, ഹല്ലേലൂയ, ചെറിയ ഇഷ്യൂ വന്നാ മതി. We don't need to give our life. If there is a problem comes, then we might deny God. Praise the Lord. നമ്മൾ ഹല്ലേലൂയ ഇവിടെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വിട്ട് സ്വന്തക്കാരും ബന്ധുക്കാരെയൊക്കെ വിട്ട് നമ്മൾ ആ ഒരു ദൂരദേശത്തായിരിക്കുകയാണ്. Today we are far away from our parents and relatives. നമ്മൾ നാട്ടിൽ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ പഴയ ഫ്രണ്ട്സും നമ്മുടെ റിലേറ്റീവ്സും ഒക്കെ നമ്മളെ കാണുമ്പോൾ ഹല്ലേലൂയ അവരുടെ മധ്യത്തിലും ഞാൻ പഴയ ആളല്ലെന്ന് തെളിയിക്കാൻ കഴിയുമോ? Can you prove in front of your relatives and friends that you are not the person who you were before? ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, കഴിഞ്ഞ വെനസ്ഡേ ഞാൻ പറഞ്ഞു, ലോകപ്രകാരമുള്ള പല ആഘോഷങ്ങളും ആചാരങ്ങളും ഉണ്ട്. There are a lot of festivals and traditions according to the world. ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ഓണം നമ്മുടെ തൊട്ട് മുമ്പിലായിരിക്കുന്നു. Now the Onam festival is coming soon. ഞാനൊരു ദൈവത്തിന്റെ പൈതലാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് ഈ ലോകക്കാരുടെ കൂടെ നിൽക്കാതെ മാറി നിൽക്കുമ്പോഴാണ്. You can prove that if you are separated from that festival, that you can prove that you are a child of God. എനിക്ക് ഇതൊന്നും ഇല്ലെന്ന് പറയുകയും എന്റെ വീട്ടിൽ അതിനുള്ള വലിയ ആഘോഷങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു, ലോകമേ, ഞാൻ നിന്റെ കൂടെ തന്നെയാണ്. If you say that I don't have this kind of celebration, but you are celebrating secretly in your house, then I'm saying that you are with the world. ചിലർ പറയും ഞാൻ വീട്ടിലൊന്നും ഉണ്ടാക്കത്തില്ല, ഞാൻ ഹോട്ടലിൽ പോയി കഴിക്കും, അപ്പൊ നമുക്ക് കുഴപ്പമില്ലല്ലോ. Some people will say that I'm not going to cook anything at my house, but I will go to the hotel. ചിലർ പറയും ഞാൻ ഹോട്ടലിൽ പോയി കഴിച്ച ആരെങ്കിലും കണ്ടെങ്കിലോ അതുകൊണ്ട് ഞാൻ പാഴ്സൽ വീട്ടിൽ മേടിച്ച് കഴിക്കും, അങ്ങനെയാണ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്കമില്ല. Some people will say that I'm not going to go out to eat, but I will bring the parcel at home so that no one can see. ഹല്ലേലൂയ. നമുക്ക് ആരുടെയൊക്കെ മുമ്പിൽ ഒളിക്കാൻ കഴിയും? We can hide in front of people. കർത്താവ് നമ്മൾ നോക്കുന്നു, നീ ആരാണെന്ന് തെളിയിക്കുന്നുണ്ടോ? But God is looking at you, that can you prove that who you are? പണ്ടൊക്കെ സിനിമ തിയേറ്ററിൽ പോയേ കാണത്തുള്ളായിരുന്നു. Before we used to go to watch movie in the theater. ഇപ്പോൾ ഹല്ലേലൂയ നമ്മൾ ദൈവമക്കളായ പിന്നെ തിയേറ്റർ വീട്ടിലോട്ട് കൊണ്ടുവന്നു. But after we became the children of God, we brought the theater to our house. ഹല്ലേലൂയ. ഇതിനേക്കാൾ ഭേദം തിയേറ്ററിൽ പോവാണ് പൈസ ഓർത്തെങ്കിലും വല്ലപ്പോഴേ കാണത്തുള്ളായിരുന്നു. If we go to the theater
theater, we might think that it's expensive, so we might go occasionally. ഇപ്പൊ ഒരു പൈസയും മുടക്കാതെ 24 hours വീട്ടിൽ തിയേറ്റർ ആണ്. So now we don't need to spend money, so we spend our all time to watch TV. കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ നോക്കുകയാ. God is telling that I am എനിക്ക് എന്നെ watching തന്നെ you. വെളിപ്പെടുത്താൻ ചിലരെ വേണം. I need someone to reveal myself to you. ലോകത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും ആണെന്ന് കാണിക്കാനല്ല. It's not to show in front of people. ലോകത്തിന് മുമ്പിൽ ഞാൻ വിശുദ്ധനാണെന്ന് കാണിക്കാനല്ല. It's not that you are a holy person in front of people. എന്റെ മുമ്പിൽ നീ വിശുദ്ധനായിരുന്നാൽ, നിഷ്കളങ്കനായിരുന്നാൽ, If you are innocent person and a faithful person, നീ ആയിരിക്കുന്ന ഏത് തീയുടെ മധ്യത്തിലും ഞാൻ നിനക്ക് വേണ്ടി നിന്റെ കൂടെ യഹോവ ശമ്മയായി ഇറങ്ങി വരും. I will come down in the midst of the burning fire as an Jehovah Shammah. റിഖല റബലെ ശബദോരി യഖമനാദിയാന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും ഞാൻ അന്തല്ലേ ഒരു റിമോട്ട് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. You might think that I'm thinking as a narrow way. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, നമ്മൾക്ക് നമ്മളൊരു ദൈവ പൈതലാണെന്ന് പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കരുത്. We should not avoid any of the situations to prove yourself that you are a child of God. കാരണം കർത്താവ് അങ്ങനെയുള്ള ചില ഹല്ലേലൂയ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരും. God will bring some of the tests in your life. ഹല്ലേലൂയ. നിനക്ക് ചിലപ്പോൾ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പം ഹല്ലേലൂയ നിന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയും നീ ഒരു പൈസയും മുടക്കണ്ട, നീ വാ ഞാൻ നിനക്ക് പാട്ട് തരാം. Although you might say that you don't want to involve any of this kind of celebration, but you will be prompted by your friends to celebrate it. ഹല്ലേലൂയ. അപ്പോഴാണ് ഈ കർത്താവ് നോക്കുന്നത് ഇവൻ എൻ്റെ പൈതലാണെന്ന് അവന്റെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? That is the time God is watching you, that can you prove that you are a child of God in front of your friend. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് ഞാൻ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടൊന്നും അല്ല പറയുന്നത്. I'm not giving much importance of the food what we eat. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം പറഞ്ഞു എന്നുള്ളൂ. It is one of the simple situations we can occur in your life. കർത്താവ് നമ്മളെ വിളിച്ചെങ്കിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നതാണ്. We might see this kind of situations in our life. ഹല്ലേലൂയ. നമ്മുടെ ജോലി സ്ഥലത്ത് കാണുന്നില്ലേ? Can we see that this kind of situations in our workplace? നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാവരും അവര് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ ചീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ നടുവിൽ ഞാൻ ഒരു മാറി നിന്ന് കഴിഞ്ഞാൽ അവർ എന്നെ കളിയാക്കുമെന്ന് തോന്നല്ലേ നിനക്ക്? We can see that some people are cheating the organization where they work, and then you also wanted to involve with them because they think that you will be left alone from them. നമ്മൾ ഹല്ലേലൂയ മാനേജർ കാണാതെ ആണെങ്കിലും മറ്റുള്ളവർ അറിയാതെ ആണെങ്കിലും നമ്മൾ അവരുടെ കൂടെ കൂടും. We might involve with them without seeing the managers or someone. ഞാൻ പറയാം, ഈ ഒരു 3 ബാലകന്മാര് ഹല്ലേലൂയ ഈ രാജാവിന്റെ കാഹളം കേൾക്കുമ്പോൾ ഈ സ്വർണ്ണബിംബത്തിന്റെ മുമ്പിൽ നമസ്കരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ ലോകത്തിൽ ആരും അവരെ ഒന്നും പറയത്തില്ല. These 3 boys, although if they bow down in front of the gold image of the Nebuchadnezzar, no one is going to say anything to them. കാരണം അത് രാജാവിന്റെ കൽപ്പനയല്ലേ? Because it is an order of the king. അവർക്ക് പറയാൻ എക്സ്ക്യൂസ് ഉണ്ട്, രാജാവിന്റെ കൽപ്പന ആർക്കും ധിക്കരിക്കാൻ കഴിയത്തില്ല. They have excuse to say that no one can deny the word of a king. എന്നാൽ അവർ എക്സ്ക്യൂസുകളെ വചനം അനുസരിക്കാതിരിക്കാൻ എക്സ്ക്യൂസ് അല്ല നോക്കിയത്, അനുസരിക്കുവാനുള്ള കാരണമാണ് നോക്കിയത്. But they looked for the excuse to obey the word of God. നമ്മൾ പലരും ഇങ്ങനെ ബൈബിൾ എഴുതിയിട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത്. But most of us will say that is it written in the Bible? കള്ളു കുടിക്കരുതെന്ന് എഴുതിയിട്ടുണ്ടോ? Is it written that don't drink? സ്മോക്ക് ചെയ്യരുതെന്ന് എഴുതിയിട്ടുണ്ടോ? Is it written that do not smoke? സിനിമ കാണരുതെന്ന് എഴുതിയിട്ടുണ്ടോ? Is it written that do not watch movie? പോകരുതെന്ന് എഴുതിയിട്ടുണ്ടോ? Is it written that you should not go to the club? ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചോദിക്കും, ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കും. Most of the time we will ask, is it written like that? എന്നാൽ കർത്താവ് പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എനിക്ക് നിന്നെ വേണം, എന്നെ നിന്റെ ജീവിതത്തിൽ കൂടി വെളിപ്പെടുത്താൻ. But God is telling only one thing, that I need you, I want to prove myself through your life. എനിക്ക് വേണ്ടിയത് സാധാരണ വിശ്വാസികളെ അല്ല. I don't want an ordinary person. എനിക്ക് വേണ്ടി 100,000 പേരുള്ള ചർച്ചിനെ അല്ല എനിക്ക് വേണ്ടിയത്. I don't want a church with thousands of people. ഹല്ലേലൂയ. എനിക്ക് വേണ്ടിയത് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ പറയുന്നവരുടെ കൂട്ടവുമല്ല. I don't want a people who say a lot of great things about God. എനിക്ക് വേണ്ടിയത് എൻ്റെ ജീവിതത്തെ എൻ്റെ കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ വിട്ടുകൊടുക്കുന്നവരെയാണ്. I need people who wants to reveal the glory of myself. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളെ ചലഞ്ച് ചെയ്യുന്നു. Are you ready? ഹല്ലേലൂയ. നീ അതിന് തയ്യാറാണോ അതുപോലെ ആയിത്തീരാൻ? Today God is challenging you and me that are you ready to prove my glory to the
world. ഈ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോയോട് പറഞ്ഞു, ഞാൻ നിന്നെ തീക്കകത്തിട്ടാൽ അവിടുന്ന് ഒരാൾക്ക് നിന്നെ വിടുവിക്കാൻ കഴിയത്തില്ല. The king said to the Shadrach, Meshach and Abednego, if I put you in the fire, then no one can save your life. അത്ര ശക്തിയുള്ള ഒരു ദൈവത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. I never see any God who can help you from that. എന്നാൽ ഈ ബാലകന്മാര് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഉറപ്പ് അതിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞു, But these boys were strong in their faith, and they said, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും. They said, King Nebuchadnezzar, the God whom we serve can help you in that situation. ഇനി ആ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും, Although that God did not deliver us from the fire, ഈ ലോകത്തിലെ നൈമിഷികമായ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ വറി ചെയ്യുന്നില്ല. we are not worried about the pleasant moments of this world. കാരണം ഇന്ന് തീക്കകത്ത് വീണ് മരിച്ചാൽ ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെയാണ് എന്നൊരു ബോധ്യം എനിക്കുണ്ട്. Because if I die in the fire today, then I will be with God tomorrow. ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു കർത്താവിനോട് ചേരുവാൻ ഈ തീ ഒരു മുഖാന്തരമായി തീരുമെങ്കിൽ we are ready എന്ന് പറയുന്നവർ, we are ready to die in this fire if it is a channel for us to stay with God. ഞാൻ പറയട്ടെ, നമ്മൾ എല്ലാ മീറ്റിംഗിലും പറയും, ആമേൻ കർത്താവേ യേശുവേ വേഗം വരണമേ. We always say that God please come very soon. കർത്താവേ നീ എന്നെ ചേർക്കണമേ. We always say that God please join with me. എന്നാൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ നെഞ്ചത്തോട്ട് കർത്താവേ നീ ഇത് കാണുന്നില്ലേ? But when the problems comes, then we will say, the God, are you not seeing this? ഒരു രോഗം വരുമ്പോൾ നമ്മൾ ഗൂഗിൾ മുഴുവൻ A to Z സെർച്ച് ചെയ്യും, എപ്പോ ചാകുമെന്ന് എന്നതുപോലെ എഴുതിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി. When there is a sickness comes in our life, we will search on Google, and then when we will die, what is the consequences of this disease? ഹല്ലേലൂയ. ഞാൻ പറയാൻ ദൈവത്തിന്റെ മക്കളെ, കർത്താവിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതൊക്കെ എളുപ്പമല്ല, നീ അങ്ങോട്ട് പോണേ. So it is easy to say that instead of saying God to come, then it's better to go to God. അതൊക്കെ അവിടെ ഇരിക്കട്ടെ കർത്താവ്, ഇത് ഞാൻ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഒരു താളത്തിന് പറയുന്നുള്ളൂ, കർത്താവ് നീ ഇപ്പോഴും വരണ്ടേ എന്നാ ഞാൻ പറയും. Then in our mind we might say that although I'm saying like that, you should not come now, I don't want to come there as well. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് കടന്നു പോട്ടെ. Let me go forward. ഹല്ലേലൂയ. ഈ ബാലകന്മാരോട് രാജാവ് തീക്കകത്തിട്ട് കളയും. The king said to these boys that I'm going to put you in the fire. ഹല്ലേലൂയ. അവർ പറഞ്ഞു we are ready. They said we are ready to go. ഈ രാജാവ് ഹല്ലേലൂയ രാജാവിനപ്പോൾ ഹല്ലേലൂയ അവരുടെ കോപം കൂടുതലായി തീർന്നു. Then the king became so angry about it. രാജാവ് പറഞ്ഞു ഈ തീയുടെ ചൂട് 7 times increase ചെയ്യുക. Then king ordered to the servants to increase the heat of this fire 7 times more than. ഹല്ലേലൂയ. എന്നിട്ട് രാജാവ് ഇവരെ തീക്കകത്തിടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. Then the king ordered them to put them in the fire. ഇവരുടെ കൈയും കാലും കെട്ടി അവരെ തീക്കകത്തേക്ക് വലിച്ചെറിഞ്ഞു. They were bounded and then they thrown into the fire. അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, ഇവരെ തീക്കകത്ത് കൊണ്ടയിടാൻ പോയവർ തീക്കകത്ത് വെന്തുപോയി. It is written that people who took them to the fire, they burned and അവർ died. തീക്കകത്ത് പോയത് കൊണ്ടല്ല, They did not go to the fire. അവർ ആ ഫയറിന്റെ അടുത്ത് എന്നപ്പോൾ അതിന്റെ ചൂട് കാരണം അവർ കത്തിപ്പോയി. They just went to the near of the fire, and because of the excessive heat from the fire, they died. എന്നാൽ തീക്കകത്തേക്ക് എറിയപ്പെട്ട ഈ 3 ബാലന്മാർ, But these 3 boys who were thrown to this fire, ഓ ഹല്ലേലൂയ, നമ്മൾ സർപ്രൈസ് ആക്കുന്ന ഒരു കാര്യം, രാജാവ് തീക്കകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. the king was looking on this fire. ഓ രാജാവ് കൂടെ നിൽക്കുന്നവരോട് ചോദിച്ചു, നമ്മൾ 3 പേരെ അല്ലേ തീക്കകത്തിട്ടത്? The king asked to the servants that did we put 3 people in the fire? രാജാവ് പറയുന്നു, ഞാൻ 4 പേരെ കാണുന്നു തീക്കകത്ത്. But the king was saying that now I'm seeing 4 people in the fire. റിബല അവന്റെ രൂപം ഒരു ദൈവപുത്രന്റെ രൂപത്തോടൊക്കുന്നു. The 4th one looks like an angel of God. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഈ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ തീക്കകത്ത് വീഴുന്നതിന് മുൻപ് തന്നെ തീക്കകത്തിറങ്ങി നമ്മുടെ ദൈവത്തിന്റെ കൈകളിലേക്കാണ് അവർ വീണത്. Or before they were thrown into the fire, there was an angel waiting for them to hold in his hand. തീക്കകത്ത് വീണപ്പം രാജാവിന് 4ാമനായിട്ട് തോന്നിയെങ്കിലും നമ്മുടെ കർത്താവ് വെളിപ്പെട്ടത് 1ാമനായിട്ടാണ്. Although king thought that the angel came as a 4th person, but the God appeared in there as a first person to hold the boys in his hand. ഓ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളായിരിക്കുന്ന ഏത് തീയുടെ മധ്യത്തിലും നിന്റെ കർത്താവ് യഹോവ ശമ്മയായി നിന്റെ കൂടെ ഇരിക്കും. Although you will have so many problems in your life, but God will appear there in front of you, and then he will take care of you as a Jehovah Shammah. നിന്റെ അവിടെ എഴുതിയിരിക്കുന്നു, അവർ ഒരു മുടിക്ക് പോലും ഒരു തീയുടെ മണം പോലും ഇല്ലായിരുന്നു. Here it is written that they couldn't feel a smell of the fire on their hair. കൊണ്ടയിടാൻ പോയവർ വെന്തുപോയപ്പോൾ തീക്കകത്ത് വീണവർ
ഫ്രഷ് ആയി പുറത്തേക്ക് വരുന്നു. Although people who brought them to the fire burned to death, but the people who were inside of the fire did not have a smell നീ of the കർത്താവിന് fire. വേണ്ടി നിൽക്കുമ്പോൾ തീയുടെ അനുഭവം ഇല്ലെന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. It is not saying that you don't have problems in your life if you stand for God. നീ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ തീയുടെ അനുഭവം വന്നാലും ആ തീക്കകത്ത് നിങ്ങൾ തനിച്ചല്ല, അവൻ നിന്റെ കൂടെ ഇറങ്ങി വരുന്ന ദൈവമാണ്. Although you have to go through the fire when you stand for God, but God will stand for you before you reach there. നിങ്ങൾ വിചാരിക്കും തീ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ എവിടെയാ തീയുടെ അനുഭവം ഉള്ളത്? You might say that where is the fire in my life? നിന്റെ മാനസികമായി ഞെരുക്കുന്ന അനുഭവങ്ങളില്ലേ? You have problems in your mental state. ഇപ്പോൾ നിന്റെ മനസ്സിൽ കത്തുന്ന പല വിഷയങ്ങളും ഇല്ലേ? You have lot of things are burning in your mind. നിനക്ക് ഉറങ്ങാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും ഇല്ലേ? You have lot of things which you cannot make sleep. നിന്റെ ശരീരത്തിൽ ഹല്ലേലൂയ വേദന ഹല്ലേലൂയ കൊണ്ട് ഭാരപ്പെടുന്ന അനുഭവങ്ങളില്ലേ? You have problems with your health, with pain. സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങൾ നിമിത്തം നീ ആയിരിക്കുന്ന തീയുടെ അനുഭവത്തിലല്ലേ? You are in the situation of the fire because of the financial crisis. നിന്റെ കൂടെ നിന്റെ പ്രിയപ്പെട്ടവരുടെ ഒറ്റപ്പെടൽ നിമിത്തം നീ ആയിരിക്കുന്ന തീയുടെ അനുഭവത്തിലല്ലേ? When you left alone from your dear ones, then that's the situation of fire. നീ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ എല്ലാ തീയുടെ അനുഭവങ്ങളുടെ മധ്യത്തിലും നിന്റെ കർത്താവ് നിന്നെ തനിച്ചു വിടുകയില്ല, അവൻ നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. If you stand for God, then he will not let you to stand in the midst of the fire by yourself. He will stay with you. നീ തനിച്ചല്ല പ്രിയ ദൈവത്തിന്റെ പൈതലേ. You are not alone. നീ വിചാരിക്കും ഞാൻ എങ്ങനെ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യും? You might think that how will I overcome this situation? ഞാൻ എങ്ങനെ ഈ തീയുടെ അനുഭവത്തിന് പുറത്തു വരും? You might think that how will I come out ഈ from തീയുടെ this അനുഭവത്തെ fire? ആര് വിടുവിക്കും? Who can deliver from this fire? ഈ തീക്കകത്തേക്ക് പോകാതെ ആരെന്നെ സൂക്ഷിക്കും? Who can save me before reaching to the fire? ഹല്ലേലൂയ പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ ദൈവം പറയുന്നു ഞാൻ യഹോവ ശമ്മാ നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. Today the God is saying that Jehovah Shammah, I am with you. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. I am with you. നീ നാളെക്കുറിച്ച് പറയണ്ട. You don't need to worry about tomorrow. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് പറയണ്ട. You don't need to worry about the future of your children. നീ നിന്റെ ശരീരത്തിന്റെ ബലഹീനതയെക്കുറിച്ച് പറയണ്ട. You don't need to worry about the weakness of your health. നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയണ്ട. You don't need to bother about the financial status. നീ ഇപ്പോൾ നേരിടുന്ന രോഗത്തെക്കുറിച്ച് പറയണ്ട. You don't have to bother about the problem, the health problems. നീ നേരിടുന്ന ഒറ്റപ്പെടലുകളെക്കുറിച്ച് പറയണ്ട. You don't need to worry about your loneliness. ഹല്ലേലൂയ ഏൽക്കുന്ന നിന്ദകളെക്കുറിച്ച് പറയണ്ട. You don't need to worry about your despises from other people. നീ തനിച്ചല്ല, നിന്റെ കൂടെ യഹോവ ശമ്മാ അവൻ വെളിപ്പെട്ടിരിക്കുകയാണ്. Because you are not alone, the God is with you, Jehovah Shammah. ദൈവം പറയുന്നു യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ അത് ചെയ്തുകൊള്ളും. The God is saying that the battle is for me, I will do that. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരോടുമായി ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിങ്ങൾ തനിച്ചല്ല, യഹോവ ശമ്മാ അവൻ നിന്റെ കൂടെ ഇരിക്കുകയാണ്. Today I'm telling you, everyone who are watching us, that you are not alone. Jehovah Shammah, he is with you. ലോകം നിങ്ങളെ ഒറ്റപ്പെടുത്തട്ടെ. Let the world let you alone. ഈ ലോകത്തിൽ എല്ലാവരും നിങ്ങൾ നിന്ദിക്കട്ടെ. Let the people make you laugh. ലോകത്തിൽ ആരും നിങ്ങളെ സഹായിക്കാതിരിക്കട്ടെ. Let the people make you helpless. അതിന്റെ മധ്യത്തിലും ദൈവം പറയുന്നു ഹല്ലേലൂയ I will be with you, ഞാൻ നിന്റെ കൂടെയുണ്ട്. In the midst of all these problems, God is saying that I am with you. ഞാൻ നിർത്തുക, സമയം വളരെ 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 മുന്നോട്ട് കടന്നുപോയി. ഹല്ലേലൂയ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. Today we're going to close here because of the time. Shall we close our eyes and pray? ആമേൻ. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് പറഞ്ഞു ഞാൻ നിന്റെ കൂടെയുണ്ട്. God has spoken to us that I am with you. യഹോവ ശമ്മാ, He is with you as a Jehovah Shammah. കൂടെ ഇരിക്കുന്ന ദൈവം. He is with you. നിന്റെ പ്രതികൂലത്തിന്റെ മധ്യത്തിലും, in the midst of your problems, നിന്റെ എല്ലാ വിഷയങ്ങളുടെ മധ്യത്തിലും, in the midst of all your problems, അവൻ നിന്റെ കൂടെയുണ്ട്. He is with you. ഹല്ലേലൂയ. Amen. യാക്കോബ് പറഞ്ഞതുപോലെ ഒരിക്കലും നമുക്ക് പറയാനിടയാകാതിരിക്കട്ടെ. We should not say like Jacob says. യാക്കോബ് പറഞ്ഞു യഹോവ ഇവിടെ ഉണ്ട് സത്യം. Jacob said Jehovah was here, it was truth. ഹല്ലേലൂയ. പക്ഷേ ഞാനത് അറിഞ്ഞില്ല. But I did not recognize that. ഹല്ലേലൂയ. നീ അറിഞ്ഞാലും ഇല്ലെങ്കിൽ കർത്താവ് നിന്റെ കൂടെയുണ്ട്. Although you realize or not, God is with you. നീ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിൽ അവൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. Although you understand or not, God is holding on your hands. ഹല്ലേലൂയ. ഹല്ലേലൂയ. Amen. നീ അവനെ പ്രതീക്ഷിച്ചാലും ഇല്ലെങ്കിൽ അവൻ നിന്റെ കൂടെയുണ്ട്. Although you expect him or not, he is with you. നീ തനിച്ചല്ല, നീ തനിച്ചല്ല. നിന്റെ കൂടെ കർത്താവുണ്ട്. You are not alone, the God is with you. ഒരു പകൽക്കാലം എല്ലാ നിരാശകളും മാറട്ടെ. Today all the frustrations to let ഒരു go. പകൽക്കാലം എല്ലാ ഭയങ്ങളും പുറത്തു പോകട്ടെ. All the fears come out from you. ഒരു പകൽക്കാലം എല്ലാ ആകുലതകളും നിങ്ങളുടെ ഹൃദയങ്ങളെ വിട്ട് പുറത്തു പോകട്ടെ. Let all the
God is come out from your heart. ഓ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ചിന്താമണ്ഡലങ്ങളും പുറത്തു പോകട്ടെ. Let all the thoughts comes out from your heart. ആമേൻ. യേശുവിന്റെ ഹല്ലേലൂയ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധ്യം ഉള്ളിൽ കടന്നു വരട്ടെ. Let the awareness of God's presence in your mind. കർത്താവിന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം കടന്നു വരട്ടെ. You have to have the awareness of that God is with you. കർത്താവ് ഹല്ലേലൂയ തന്റെ മക്കളെ പരിശോധിക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ധൈര്യത്തോടെ നിൽക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. When God help you to courage you to stand in the midst of the problems which He has given to in your life. ഇതുവരെ ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും Today, if anyone who are listening us, കർത്താവിനെ യേശു രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ ഇതുപോലുള്ള ഭയങ്ങൾ നിമിത്തം അകന്നിരിക്കുന്നെങ്കിൽ, if you are moved away from God because of the problems which can come in your life, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പറയാം, നീ കർത്താവിനെ സ്വീകരിക്കുന്ന അന്ന് മുതൽ നീ തനിച്ചല്ല, നിന്റെ കൂടെ കർത്താവുണ്ട്. You are not alone since when you accept God. ഒരു സഭയുമല്ല നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, None of the church can protect ഒരു you. പ്രസ്ഥാനങ്ങളുമല്ല നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, None of the system can protect you. ഒരു പാസ്റ്ററോ ഹല്ലേലൂയ ഒരു കൂട്ടുവിശ്വാസികളോ അല്ല നിന്നെ പ്രൊട്ടക്ട് None ചെയ്യുന്നത്. of the ministers of brethren can protect you. യേശുവിനെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച വ്യക്തിയാണെങ്കിൽ അവൻ നിന്റെ കൂടെ ഉണ്ട്. If you are a person who started to life with Jesus, then He will stay with you. അതുകൊണ്ട് ഇത് പകൽക്കാലം ഹല്ലേലൂയ കർത്താവിനെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഹല്ലേലൂയ സമൂഹത്തെയും ചുറ്റുപാടുകളെയും ഭയന്ന് കഴിയാതിരിക്കുന്നവരെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് നിങ്ങളുടെ നല്ല അവസരമാണ്. Today I'm telling you to the people who wanted to accept God, but because of the community you are afraid to do that. I'm telling you to accept God as your Savior. ഇന്ന് ദൈവത്തിൻ പറയുന്നു, ഇതാകുന്നു സുപ്രസാദം. The word of God is saying that today is a precious day. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇനി നാളെ ഒരു അവസരം കിട്ടുമോ എന്ന് അറിഞ്ഞുകൂടാ. You might not get an opportunity നമ്മുടെ tomorrow. ജീവിതത്തിന്റെ അടുത്ത മൊമെന്റ് എന്തായി തീരുമെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. You don't know what happened in the next moment in your life. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തെ കർത്താവിനോട് വിട്ടുകൊടുക്കാം. Can you give your life to God today? ഇന്ന് നിങ്ങൾ തനിച്ചാണെങ്കിൽ നാളെ മുതൽ നിങ്ങൾ തനിച്ചല്ല. If you are alone today, from tomorrow onwards you are not alone. നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവമാണെങ്കിൽ ഈ കർത്താവിനെ സ്വീകരിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ ഒറ്റപ്പെട്ട അനുഭവങ്ങളല്ല. If you feel loneliness until this moment in your life, from tomorrow onwards when you accept Jesus, you are not alone. ഈ നിമിഷം വരെ നിങ്ങൾ ഭയത്തിലാണെങ്കിൽ കർത്താവിനെ സ്വീകരിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ഭയത്തെ അവൻ എടുത്തു മാറ്റുകയാണ്. If you are in the midst of fear until this moment, then when you accept Jesus, the fear will go away from you. ഹല്ലേലൂയ. നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാണെങ്കിൽ, Are you ready for that? നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഈ വാചകം ഏറ്റുചൊല്ലുക. You can say that with us. കർത്താവായ യേശുവേ, Lord Jesus, നീ ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നുവെന്നും we know that you came to this world for us. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ഞങ്ങൾ You വിശ്വസിക്കുന്നു. have crucified for our sins. നീ പാപത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് ഞങ്ങൾ We വിശ്വസിക്കുന്നു. know that you have risen from the death and live for us today. കർത്താവിന്റെ പകൽക്കാലം ഞങ്ങൾ കേട്ടതുപോലെ, As we ഓ ഹല്ലേലൂയ, കർത്താവേ നീ എന്റെ കൂടെ ഇരിക്കുന്ന ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. We know that you are a God who can stay with us. കർത്താവേ ഇതുവരെയും എനിക്ക് അങ്ങേ ആ ഒരു അനുഭവത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. Until this moment we couldn't see you as a Jehovah Shammah. ഇത് ഇന്ന് പകൽക്കാലം എന്റെ ജീവിതത്തെ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. Now I am giving my life to you. നീ എന്റെ കൂടെ ഇരിക്കണമേ. Please stay with me. എന്റെ ഹല്ലേലൂയ, നിന്റെ പ്രിയ പൈതലായി എന്നെ സ്വീകരിക്കണമേ. Please accept me as your favorite child. ഇനി ഒരിക്കലും തനിച്ച് ജീവിക്കാനിടയാകാതെ വണ്ണം അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ പൊതിയണം. Please don't let me to live by myself, so cover me with your presence. ഓ ഹല്ലേലൂയ, അനേക നാളുകളായി യേശു രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടും Although accept Jesus as your Savior for a long time, ഇതുവരെയും ഈ ഒരു സെക്യൂർ ലൈഫ് അനുഭവിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഞങ്ങൾ കേൾക്കുന്നെങ്കിൽ, still if you can't feel the security from God, ഞാൻ പറയാം, ക്രിസ്ത്യ ജീവിതം ഒരു സെക്യൂർ ലൈഫാണ്. I'm telling you that the Christian life is a secure life. ക്രിസ്ത്യ ജീവിതം ഒരു പരാജയപ്പെട്ട ജീവിതമല്ല. Christian life is not a failure life. ഓ ക്രിസ്ത്യ ജീവിതം ഒരു ഒറ്റപ്പെടൽ ജീവിതമല്ല. It is not a loneliness life. ഓ ക്രിസ്ത്യ ജീവിതം എന്നും റിജക്ഷന്റെ ജീവിതമല്ല. It is not a rejective life. ക്രിസ്ത്യ ജീവിതം എന്നും നിന്ദയുടെ ജീവിതമല്ല. It is not a despised life. കാരണം നിന്റെ കർത്താവ് സർവ്വത്തിന്റെയും അധികാരിയായി നിന്റെ കൂടെയുണ്ട്. The God is standing as the owner of everything. നീ വിശ്വസ്തയോടെ കർത്താവിനോട് നിൽക്കാൻ തയ്യാറാണെങ്കിൽ, If you are ready to stand for him, ഈ ശദ്രക് മേശക് അബേദ്നെഗോവിനെ പോലെ, like Shadrach, Meshach and Abednego, ഓ ഹല്ലേലൂയ, അവർ സേവിച്ച കർത്താവിന് വേണ്ടി അവർ നിന്നതുപോലെ, they stand for the God whom they serve. നീ സേവിക്കുന്ന കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, If you are ready to faithful to the God whom you serve, ഓ നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ കർത്താവ് നിന്നെ ഉയർത്തുവാൻ മതിയായ, God will raise you up from in front of the people who mocked you. ഈ സംഭവത്തിന്റെ അവസാന ഭാഗത്ത് എങ്ങനെ എഴുതിയിരിക്കുന്നു? It is written at the end of this incident. ആ രാജാവ് പറഞ്ഞു, ഇവരുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. That king said that there is no other God like their God. ഓ ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ ദൈവത്തെ ആരാധിക്കാത്ത എല്ലാവരെയും ഹല്ലേലൂയ ഞാൻ ഈ ഭൂമിയിൽ ചേർത്ത്
വേർതിരിച്ചു കളയും. Then king ordered to the people that if anyone who won't worship the God whom Chandrak, Meshach and Abednego worship, I will kill them. ഓ ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നീ നിന്റെ ശത്രുവിനെതിരെ പോരാടാൻ പോകണ്ട. You don't need to fight against your enemies. നിന്നോട് എതിർക്കുന്നവർക്കെതിരെ നീ എതിർക്കാൻ പോകണ്ട. You don't need to fight against your enemies. നീ അവർക്കെതിരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഫൈറ്റ് ചെയ്യാൻ പോകണ്ട. You don't need to fight against with your words or നീ activity. യഥാർത്ഥമായി ഒരു ദൈവത്തിന്റെ പൈതലായി നിൽക്കാൻ തയ്യാറാണെങ്കിൽ, If you are ready to stand as a child of God, നിന്നെ നിന്ദിക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ നീ സേവിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തെ അവർ കാണാനിടയായി. you will release the glory of God in front of the people who mocked at you. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. Can you give your life to him? വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, Dear God, ഇന്ന് ഈ ഹാലിലെ പകൽക്കാലം ഞങ്ങൾ ഹൃദയമായി സംസാരിച്ചതിനായി സ്തോത്രം. we thank God for that you have spoken to us today. ഞങ്ങളെ ഉറപ്പിച്ചതിനായി സ്തോത്രം. You made us too strong. ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന അങ്ങയെക്കുറിച്ചുള്ള ബോധ്യം ആഴത്തിൽ ഞങ്ങളെ മനസ്സിലാക്കി തന്നതിനായി സ്തോത്രം. We give praise to you that you have give the confidence that to in your faith. ഞങ്ങളുടെ എല്ലാ ഭയങ്ങളെയും മാറ്റിയതിനായി സ്തോത്രം. We thank for that all the fears goes away ഞങ്ങളുടെ from എല്ലാ us. ആകുലതകളെയും മാറ്റിയതിനായി We സ്തോത്രം. thank for that all our worries are going കർത്താവേ, away now. ലോകത്തിന്റെ മുമ്പിൽ അങ്ങയെ വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കി തന്നതിനായി സ്തോത്രം. We thank for that you chosen us to reveal your glory to the world. ലോകം ഒഴുകുന്ന വഴിയെ ഒഴുകുവാനല്ല, We should not flow to the world where it goes. ലോകം പോകുന്ന വഴിയെ പോകാനല്ല, We don't want to go where the world is going. ലോകം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനല്ല. We don't want to think like how world think. കർത്താവേ, അങ്ങയുടെ പ്രിയ മക്കളായി ജീവിക്കാൻ We want to live as your favorite children. ഞങ്ങളെ സഹായിക്കണം. Please help us for that. കർത്താവിനെ പ്രകാരം ചെയ്യുന്നതിനായി സ്തോത്രം. God, we thank for that as you are doing like that. മഹത്വം അങ്ങെടുക്കണം. All the glory belongs to you. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. Thanks for listening our prayers. യേശുവിൻ നാമത്തിൽ In the തന്നെ. name of Jesus Christ. ആമേൻ. Amen. നമുക്ക് ചേർന്ന് പറയാം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ചേർക്കുവാൻ വീണ്ടും അതിനുണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ പകൽക്കാലം നമ്മൾ അനുഗ്രഹിച്ച് പിതാവായ ദൈവത്തിന്റെ കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.